ഫിറോസ് കുര്യലി കേസിൽ ഒരു പ്രതിയുടെ കൈ വെട്ടിയ ഒരു കേസുണ്ടായിരുന്നു. ആ പ്രതിയുടെ ഒരു കൈ വെട്ടി. ആ കൈ വെട്ടി കഴിഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് അവർ പറഞ്ഞതാ ഇവിടുത്തെ മാവോയിസ്റ്റുകളും താലിബാനിസും എടുത്തിരിക്കുന്നു എന്നുള്ളത്. ഇത് ന്യായീകരിക്കപ്പെടാവുന്ന ഒന്നാണോ യഥാർത്ഥത്തിൽ? നിശബ്ദത ഒരു പരിധി വരെയും ഒരു ക്രൈമാണ്. നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദനാവുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ മറ്റിടത്തേക്കോ പോകുന്ന അതെല്ലാം തന്നെ ഈ കൂലിക്ക് കൊല ചെയ്യുന്ന ആളുകൾ ഹയേഡ് ഗുണ്ടാസാണ്, ഹയേഡ് കില്ലേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ കാണാം. മറ്റേത് ഹയേഡ് അല്ല ഒരർത്ഥത്തിലും. കാരണം അവർ കമ്മിറ്റഡാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം താൻ ചെയ്തതിൽ ഒരു തെറ്റ് അയാൾക്ക് തോന്നുന്നില്ല, അയാൾക്ക് ബോധ്യപ്പെടുന്നില്ല, ഇല്ല തോന്നുന്നില്ല. കാരണം അയാൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയ ഒരാളാണ്. രാജ്യദ്രോഹം ചെയ്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾ കേസ് നടത്തുമ്പോൾ പോലും നിങ്ങൾ രാജ്യദ്രോഹിയാണെന്ന് പറയുമ്പോൾ ഏത് നിയമസംഹിത മനസ്സിലാക്കിക്കൊണ്ടാണ് ആ മനുഷ്യൻ, ആ വ്യക്തി ആ ന്യായസ്ഥാനത്തിരിക്കുന്ന ചോദ്യമാണ് മനസ്സിലട്ടുന്നത്. എന്നെ അങ്ങനെ അദ്ദേഹം കാണിച്ചു എന്നുള്ളതല്ല ചോദ്യം. വാട്ട് ഈസ് ഹിസ് മൈൻഡ്? ഹൗ ഡസ് ഹി നോ ദ ലോ? ഡസ് ഹി പ്രോപ്പർലി അണ്ടർസ്റ്റുഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു നിരപരാധിയായ ആൾ ശിക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ മുൻകാലങ്ങളിൽ ഇത്തരം ക്രൈമുകൾ, ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകം അല്ലെങ്കിൽ രാഷ്ട്രീയ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ ഈ മീഡിയ വിചാരണ അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഒന്ന്, ഇപ്പോൾ രാധിക കേസ് നടക്കുന്ന സമയത്ത് മീഡിയയുടെ വിചാരണ അയാളുടെ നിരപരാധിത്വത്തിലേക്ക് ചൂണ്ടുന്നതിന് എൻ്റെ ചൂണ്ടുപലകയായിരുന്നു. അതാണ് ഞങ്ങൾക്ക് സ്റ്റിമുലൻ്റായിട്ട് മാറിയത്, ഞങ്ങളെ പ്രേരിപ്പിച്ചത് ആ കേസ് ഏറ്റെടുക്കാനും ഒക്കെ തന്നെ. കാലം മാറിയപ്പോൾ മീഡിയ പ്രവർത്തകർ ജഡ്ജിമാരായി മാറുന്ന കാലത്തിലേക്ക് 77-78 കാലഘട്ടം ഓർക്കണം. ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിനെ പോലുള്ള മാതൃഭൂമി പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ആൾക്കാർ, കാരണം അവരുടെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തിയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ തന്നെ. അപ്പോൾ അത് മീഡിയ വിചാരണ എന്നുള്ള അർത്ഥത്തിൽ പ്രതിയുടെ നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ വസ്തുതകൾ നിരത്തുകയാണ്. നിരപരാധിയാണെന്നൊന്നും പത്രം വിധിക്കുന്നില്ല, പക്ഷേ അവിടെ അന്വേഷിക്കേണ്ട കുറേ വസ്തുതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. ഇന്നതല്ല, നേരത്തെ ആതിര പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഒന്ന് അതിനുള്ള നേരമില്ല, രണ്ട് അതിനുള്ള സംവിധാനങ്ങളില്ല. ഒരു കേസ് ഇപ്പോൾ ഒരു NIA കേസിൽ പെടുന്നത് അന്വേഷിക്കാനൊന്നും പറ്റില്ല, ഒരു കാലത്തും അന്വേഷിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഏരിയയിൽ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ അത് അതിക്രമിച്ച് കടക്കലാവും, അവിടെ തന്നെ വെടി വെച്ചിട്ടുണ്ടാവും, കയറാൻ പറ്റില്ല നിങ്ങൾക്ക്. പിന്നെ ഉള്ളത് പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിക്കൽ മാത്രമാണ്. ഈ പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് എത്രമാത്രം സത്യസന്ധമാണ് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇല്ലല്ലോ. മനസ്സിലാക്കാൻ ഒരു ലിറ്റ്മസ് ടെസ്റ്റോ ഒരു ആസിഡ് ടെസ്റ്റോ നിങ്ങൾ നടത്തുന്നില്ല. നിങ്ങൾ ആ വസ്തുത അങ്ങോട്ട് എഴുതി വയ്ക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പം നമ്മൾ പറയാം, തെളിവ് നിയമത്തിൽ തന്നെ 24, 25, 26 വകുപ്പുകളുണ്ട് അല്ലേ? പോലീസിനോട് ഒരു പ്രതി പറയുന്ന കുറ്റസമ്മതം തെളിവല്ല. പക്ഷെ എല്ലാ മാധ്യമത്തിലും എടുത്തു കഴിഞ്ഞ് ഇപ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെ പല ആളുകൾക്കും സാധാരണ ജനങ്ങൾക്കും അറിയില്ല പ്രതി കുറ്റം സംഭവിച്ചു, കൺവിക്ഷൻ ആണെന്ന് അറിയില്ല. എല്ലാവരും അങ്ങനെയാണ് ധരിക്കുന്നത്. പക്ഷേ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട തരത്തിൽ വക്കീൽ അതിനൊന്ന് ഇപ്പം ഒന്ന് ക്ലാരിഫൈ ചെയ്യുമോ എൻ്റെ മുന്നിൽ? കാരണം ഇത് കേൾക്കുന്ന ആളുകളുണ്ടാവും. പല ആളുകളും ഈ കേസിന്റെ നിയമം അല്ലെങ്കിൽ മൊഴിയെടുക്കുന്ന സമയത്ത് പോലീസിനോട് പറയുന്നത് എല്ലാം സത്യമായിട്ട് മാറി. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഇപ്പം അത് കുറച്ചും കൂടി മാറ്റം വരുന്നു. എന്തായാലും പഴയ 24 പ്രകാരം പോലീസിനോട് പറയുന്ന ഒന്ന്, അത് ഒരിക്കലും തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. ആ കുമ്പസാരം തെളിവല്ല. രണ്ട്, പോലീസ് കസ്റ്റഡിയിലിരിക്കെ അയാൾ വേറൊരാളോട് പറഞ്ഞാൽ അത് തെളിവല്ല. കസ്റ്റഡിയിൽ നിന്നിട്ട് വേറൊരു ഡോക്ടറോട് പറയണമെന്ന് വിചാരിച്ചാൽ പോലും അത് തെളിവല്ല. പോലീസിനോട് പറയുന്നതൊന്നും തെളിവല്ല എന്ന് പറയുന്ന തെളിവ് നിയമം നിലനിൽക്കുമ്പോഴാണ് ഈ വാർത്താ മാധ്യമങ്ങളിൽ കംപ്ലീറ്റ് ഈ പ്രതി കുറ്റം സമ്മതിച്ചു എന്നെല്ലാം പറയുന്നത്. ഇത് വായിക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചുള്ള ആതിര ചൂണ്ടിക്കാണിച്ചതുപോലെ നിർദോഷികളായി നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് എത്രമാത്രം തെളിവായിട്ട് സ്വീകരിക്കേണ്ടതാണ്, അയാൾ ആ കുറ്റസമ്മതപ്പില്ല അല്ലെങ്കിൽ എന്തിനു നടത്തണം എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനിയൊന്നുമില്ല, ഇനിയിപ്പോൾ കോടതി ചെന്നാൽ ആകെയുള്ളത് ശിക്ഷ മാത്രം കൊടുത്താൽ മതി എന്ന രൂപത്തിലേക്കാണ് പോവുക. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ വാർത്തകളില്ലാതാവുന്നു. നിങ്ങളുടെ വാർത്ത എന്ന് പറഞ്ഞാൽ പോലീസ് കൊടുക്കുന്ന ഒന്ന് മാത്രമാണ് വാർത്ത, അതിനപ്പുറത്തേക്ക് വേറെ സമാന്തര അന്വേഷണം. ഇപ്പോൾ ഈ പ്രാവശ്യം മാധ്യമത്തിൽ തന്നെ അതാണ്. നമ്മൾ അതുകൊണ്ടാണ് പോലീസിനോട് പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്നത്. പിന്നീട് അത് കോടതിയിൽ വന്നത് മാറുമല്ലോ, അത് സ്വാഭാവികമാണ്. അത് പൊളിയും അല്ലെങ്കിൽ ഏറ്റവും അവസാനം എൻഡിൽ കോടതിയിൽ ഓപ്പൺ കോടതിയിൽ പറയുന്ന കുറ്റം സമ്മതിച്ചതായിട്ട് പോലീസ് പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ അവകാശപ്പെടുന്നു എന്ന് പറയാം. അതെ, അവകാശപ്പെടുന്നു എന്ന് പറയാറുണ്ട്. അത്രേ ഉള്ളൂ. അയാൾ സംശയാതീതമായി തെളിയിക്കപ്പെടുന്നവരെ അയാൾ നിർദോഷിയാണ്. അപ്പോൾ നമ്മൾ ആ ദോഷം ആദ്യമേ തന്നെ ആരോപിച്ചു പോയാലോ അയാളുടെ നിർദോഷിത്വം തെളിയിക്കാൻ അയാൾ വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. സ്വാഭാവികമായിട്ട് അത് ചെയ്യാൻ പാടില്ല, പ്രജുഡിഷ്യലാകുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരും. അയാൾ എത്ര ക്രൂരനായിക്കോട്ടെ, പക്ഷെ അപ്പോൾ പോലും ഒരു നിയമ സംവിധാനത്തിനുള്ളിൽ നിന്നാണ് അയാളുടെ ക്രൂരത തെളിയിക്കേണ്ടത്.
അതിൻ്റേതായ എല്ലാ സൗകര്യങ്ങളും അയാൾക്കുണ്ടായിരിക്കണം. അയാൾക്കെന്നാൽ വക്കീൽ വെച്ച് കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ? വക്കീലൊന്നും വേണ്ട, നീ ഭയങ്കര ക്രൂരനാണ് എന്ന് പറയാൻ പറ്റും? ഇല്ല. അയാൾ ആഗ്രഹിക്കുന്ന വക്കീൽ വെച്ച് കൊടുക്കേണ്ട ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത് ഇവിടെ. അല്ല, ഒരു പരിധിവരെ അതൊക്കെ നടക്കാറുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പൊളിറ്റിക്കൽ ക്രൈം കേസുകളിൽ ഇത്തരത്തിൽ മീഡിയയുടെ ഒരു സ്വാധീനം മൂലം മാറിപ്പോകുന്ന രീതി, അല്ലെങ്കിൽ ചിലപ്പോൾ അത്രമാത്രം ഒന്നും ഇല്ലാതിരിക്കുന്നൊരു കേസിനെ വളരെ വലുതായി ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ ഏതൊക്കെയോ മാധ്യമങ്ങൾ ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു രീതി, എങ്ങനെയാണ് വക്കീലിനെ കാണുന്നത്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കക്ഷി രാഷ്ട്രീയ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഓരോ പത്രമാധ്യമങ്ങൾക്കും അതിൻ്റേതായ പൊളിറ്റിക്കൽ മീനിങ്സ് ഉണ്ട്, അല്ലേ? ചായ്വുണ്ട്. അപ്പോൾ ആ ചായ്വിനനുസരിച്ചായിരിക്കും അതിനെ മാഗ്നിഫൈ ചെയ്യുക, അല്ലേ? അതിനെ നിങ്ങളെ പ്രചരിപ്പിക്കുന്നതും ആ രീതിയിൽ തന്നെയാകാം. അപ്പോൾ അതിൽ ഈ രണ്ട് വിഭാഗങ്ങളുണ്ടെങ്കിൽ അത് രണ്ടും രണ്ട് രീതിയിലേക്ക് വേണമെങ്കിൽ പോകാം. ഇപ്പോൾ ഉദാഹരണത്തിന് ദേശാഭിമാനിയാണെങ്കിൽ വേറെ രൂപത്തിൽ പോകാം, ഇപ്പോൾ മാധ്യമ പത്രങ്ങളാണെങ്കിൽ വേറെ രൂപത്തിലേക്ക് പോകാം. അപ്പോൾ ഒരു വാർത്ത തന്നെ രണ്ട് രൂപത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നത് ആ വാർത്ത എഴുതുന്നവരുടെ ലീനിങ്സ് പോലെ ഇരിക്കും, അവരുടെ ചായ്വ് പോലെ, രാഷ്ട്രീയ ചായ്വ് പോലെ ഇരിക്കും അതിലൂടെ റിപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നത്. ഇപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മാധ്യമങ്ങളുണ്ട്, ഭരണകൂടമുണ്ട്, ഇതൊക്കെ കോടതി വിധികളെ ഒരു പരിധിവരെ സ്വാധീനിക്കപ്പെടുന്നത് അപകടകരമാണ്. തീർച്ചയായിട്ടും അങ്ങനെ സ്വാധീനിക്കണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പത്രങ്ങൾ വായിക്കാത്ത, ടി വി കാണാത്തവരൊന്നും അല്ല ഇത്. ഇപ്പോൾ ഒരു വാർത്ത കാണുമ്പോൾ ഈ ട്രെയിൻഡായ മനസ്സാണെങ്കിൽ നമ്മൾ പറയും, ഈ വാർത്ത ഇപ്പോൾ പറയുന്നത് പോലെ അല്ല. ഒരു വാർത്ത പത്രത്തിൽ വായിക്കുമ്പോൾ ഇതിനപ്പുറത്തൊരു വേറൊരു വാർത്തയുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എഴുതാപ്പുറമുണ്ട്. ഈ എഴുതാപ്പുറം കാണാനുള്ളൊരു കഴിവാണ് ആറാം ഇന്ദ്രിയം എന്നൊക്കെ പറയുന്ന ന്യായാധിപൻ്റെ ഇത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും സ്വാധീനിക്കുന്ന വിഷയങ്ങൾ കടന്നു വരുന്നില്ല. അത്ര ദുർബല ചിത്തരായ ആളുകളാണ് ജഡ്ജസ് സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ ഈ പറയുന്നത് ശരി, അങ്ങനെയുള്ളവരല്ല ഇവിടെ ഇരിക്കുന്നത്. അതിൽ ട്രെയിൻഡാണ്, നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് ട്രെയിൻഡായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളൊരു കാര്യം വാർത്താ മാധ്യമത്തിലൂടെ വായിച്ചാൽ അത് വായിച്ചോ, അത് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടാണ്, ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ വിശ്വസിക്കുന്ന മനസ്സല്ല അത്. ആ വസ്തുതകളെ നമ്മൾ നമ്മുടേതായ രൂപത്തിൽ, നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, തെളിവുകളുടെ വെളിച്ചത്തിൽ നമ്മൾ വിശകലനം ചെയ്യും. ആ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്. വക്കീൽ പറഞ്ഞു വരുന്നത് ഭരണകൂടങ്ങളും മാധ്യമങ്ങളും ഒരു പരിധിയിലും കോടതിയെ സ്വാധീനിക്കപ്പെടുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ചില കേസുകൾ ഞാൻ പറയുന്നില്ല, പക്ഷേ സ്വാധീനിക്കപ്പെടാത്ത രൂപത്തിലേക്ക് അവർ ട്രെയിൻ ചെയ്യപ്പെട്ടവരാണെന്ന് ഞാൻ പറയുന്നത്. മെൻ്റലി ഇഫ് ദേ വാണ്ട് ദേ ക്യാൻ ബി ഇൻഡിപെൻഡൻറ്റ്. നത്തിങ് ഈസ് ദർ ഇസ് നോ ബാരിയർ അറ്റ് ഓൾ. നമ്മുടെ ജുഡീഷ്യൽ സെറ്റപ്പ് അത് തന്നെയാണല്ലോ. എന്തുകൊണ്ടാണ് ഹൈക്കോടതി ജഡ്ജിക്കും സുപ്രീം കോടതി ജഡ്ജിക്കൊന്നും ഡിസ്മിസിൽ വേണ്ടാതെ വരുന്നത്? നിങ്ങളവരെ നേരെ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ അടുത്ത് വിചാരണ ചെയ്യപ്പെട്ട് മാത്രമേ പറ്റുള്ളൂ. അത്രയും പ്രൊട്ടക്ഷൻ അവർക്കുണ്ട്. എന്തിനാണ് ആ പ്രൊട്ടക്ഷൻ കൊടുത്തത്? സ്വാഭാവികമായിട്ട് നീതി നിർവഹണം നിഷ്പക്ഷമായിട്ട് നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. പക്ഷേ അതിലവർ നീതി പാലിക്കണം. അവരത് വ്യതിചലിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോവുക. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ എലക്റ്റഡ് ഡെസ്പോട്ടിസമാണ് ഇന്ത്യയിലെന്നുള്ളത് പറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തില്ലേ? ആ ഡെസ്പോട്ടിസം ഉണ്ടാവുന്നതിന് ആരെല്ലാമാണ് വളം വെച്ച് കൊടുക്കുന്നത്? ജുഡീഷ്യറി വരെ ആണ് എന്നുള്ള അവസ്ഥയിലേക്ക് ഇന്ന് വിമർശനങ്ങൾ സുപ്രീം കോടതിയിലെ ലോയേഴ്സ് ഉൾപ്പെടെയുള്ള റിട്ടയർ ചെയ്ത ന്യായാധിപന്മാരുൾപ്പെടെയുള്ളവർ പറഞ്ഞു തുടങ്ങുന്ന ഒരു അവസ്ഥയില്ലേ ഇപ്പോൾ ഉള്ളത്. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെ രാഷ്ട്രീയ രക്തസാക്ഷിത്വമാക്കുന്നത് മീഡിയയാണോ അതോ കോടതിയിൽ അതിനെന്താണ് സംഭവിക്കുന്നത്? നിയമത്തിൻ്റെ കണ്ണിൽ അതിനെ എങ്ങനെയാണ് കാണുന്നത്? കോടതി ഒരിക്കലും അങ്ങനെ ഒരു രക്തസാക്ഷിയാക്കുന്നില്ല. കോടതി ആരോടും രക്തസാക്ഷി മണ്ഡപമുണ്ടാക്കാനും പറയുന്നില്ല. കോടതിയെ സംബന്ധിച്ച് മരണപ്പെട്ട ആൾക്ക് മരണത്തിന് വിധേയമായ സാഹചര്യങ്ങളെ വിലയിരുത്തി ശിക്ഷിക്കപ്പെടണോ വേണ്ടയോ, പ്രതികളെ ശിക്ഷിക്കണോ അത് മാത്രമേ തീരുമാനിക്കുന്നുള്ളൂ. ഇതെല്ലാം ആക്കുന്നത് ആ പറയുന്ന നിക്ഷിപ്ത രാഷ്ട്രീയ പാർട്ടികളാണ്. പലപ്പോഴും നമുക്ക് ബിംബവൽക്കരിക്കപ്പെടുക എന്നുള്ളതുണ്ടല്ലോ. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം തന്നെ നമുക്ക് ദൈവങ്ങളെല്ലാം ബിംബങ്ങളാണ്. അപ്പോൾ അതേപോലെ ഒരു ബിംബവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രക്തസാക്ഷികളും രക്തസാക്ഷി മണ്ഡപങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അവിടെ ഒരു നെയ്ത്തിരി കത്തിക്കുക സ്വാഭാവികമായിട്ടുണ്ടായ ഒന്നാണത്. അതിന് ആണ്ടോടാണ്ട് നമ്മൾ ഉത്സവം നടത്തുന്നത് പോലെ തന്നെ ആ രക്തസാക്ഷി മണ്ഡപത്തിൽ അനുസ്മരണങ്ങൾ നടത്തുക. അങ്ങനെ ഒരു ഗ്രാമത്തിൽ തന്നെ 4 or 5 മണ്ഡപങ്ങളുള്ള ഗ്രാമങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. അതിലൂടെയാണ് ഒരു രക്തസാക്ഷികൾ ഉണ്ടാകുന്നത്. ഇനി രക്തസാക്ഷികൾ പാടില്ലാത്തൊരവസ്ഥയൊന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ പുന്നപ്രവലാലോചിച്ച് കാണുമ്പോൾ രക്തസാക്ഷികളുണ്ട്, രക്തസാക്ഷി മണ്ഡപങ്ങളുണ്ട്. അത് രാഷ്ട്രത്തോടുള്ള അവരുടെ കൂറാണ് അവിടെ കാണിച്ചത്, ഇല്ലേ? ആ വെടിയുണ്ടകൾ ഏൽക്കാൻ വേണ്ടി തയ്യാറായി കടന്നു പോകുന്ന കുറേ സാധു മനുഷ്യരുണ്ട് അവിടെ. അപ്പോൾ അതെല്ലാം രക്തസാക്ഷികളായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റിടത്ത് അതല്ല, നമ്മൾ നേരത്തെ കണ്ട നിക്ഷിപ്ത താല്പര്യത്തെ അനുസരിച്ചിട്ട് ചാവേറുകളെ പോയി കൊല്ലുകയും ചെയ്യപ്പെടുകയും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ. അവരെല്ലാം തന്നെ രക്തസാക്ഷി മണ്ഡപങ്ങളാക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു പരിധിവരെയും ഒരു അബദ്ധസഞ്ചാരത്തിലേക്ക് പോകുകയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. അവിടെ പോയിട്ട് നെയ്ത്തിരി എത്തിക്കുകയോ അവരുടെ വീട്ടുകാരുടെ ആവശ്യമായിരിക്കാം. പക്ഷെ അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ മാറുമ്പോഴോ എവിടേക്ക് എത്തപ്പെടുന്നു? ഇപ്പോൾ രക്തസാക്ഷികളെ നിർമ്മിക്കുന്നത് ഈ പറയുന്ന നിയമമല്ല, അത് ഈ പറയുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതി തന്നെയാണ്, രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണത്. അതിന്
അതിൻ്റേതായ ഗുണം കിട്ടാൻ വേണ്ടി തന്നെ ചെയ്യുന്ന കുറേ കാര്യങ്ങളാകാം. നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ ഇത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് കേസ് നോക്കിയപ്പോഴാണ് വക്കീൽ ഒരു ധാർമ്മിക പ്രതിസന്ധി കൂടുതൽ നേരിട്ടത്? ഞാൻ നേരത്തെ അമ്മിണിയുടെ കേസ് പറഞ്ഞിരുന്നു, പിന്നെ നടത്തിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രം അന്ന് എനിക്ക് വല്ലാതെ ധാർമ്മിക പ്രതിസന്ധി ഉണ്ടായ ഒന്നാണത്. ആ കുട്ടി ഒരു ഭാഗത്ത് നിന്ന് അമ്മിണിയുടെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ന്യായീകരിക്കാവുന്ന പലതും അതിനകത്തുണ്ട്. കാരണം അവരോട് കാണിച്ച അനീതി, ആ അനീതിക്ക് അവർ കൊടുക്കുന്ന ഒരു പ്രതികാരം അത് സ്വാഭാവികമായിട്ട് ചരിത്രത്തിൽ ഭാഗമായിട്ട് മാറുന്നത് തന്നെയാണല്ലോ. അപ്പോൾ ലേഡി മാക്ബത്ത് എന്തുകൊണ്ടാണ് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ആ അധികാരത്തിൻ്റേതായിരുന്നു. ഇവിടെ അതല്ല, തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ ഒരു സാമ്രാജ്യമുണ്ട്, ഒരു ജോലി സാമ്രാജ്യമുണ്ട്, അത് തിരിച്ചു പിടിക്കുന്നത് പോലുമല്ല. എൻ്റെ മക്കൾക്കില്ലാത്തത് തനിക്കുണ്ടാകേണ്ടതില്ല എന്ന തോന്നലിലാണ് ആ കൊല നടത്തുന്നത്. പക്ഷെ അതിന് വേണ്ടി അപ്പോഴും കൊലയപ്പെട്ട 2 കുട്ടികളും ആ സ്ത്രീയും അത് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ 2 തലയോടുകൾ നൂറ്റിൽ കെട്ടിയപ്പോൾ എൻ്റെ തലയ്ക്ക് ഒന്ന് ഇടിച്ചുകൊണ്ടിരുന്നു എന്ന് ഞാൻ പറയുന്ന അതൊരു വ്യക്തി ഞാൻ പറയുമ്പോൾ വക്കീൽ കുറേ മാനുഷിക പരിഗണനയുള്ള കേസുകൾ എടുക്കുന്ന ഒരാളാണ്, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു, ആ ഒരു 2 കുട്ടികളുടെ ഒരു കുട്ടീനെ മാറോടടക്കുന്നു, മറ്റേ കുട്ടിക്ക് മിഠായി കൊടുക്കുന്നു, മിഠായി കൊടുത്ത ആൾ മാറോടടിക്കുക ആളെ കൊല ചെയ്യപ്പെടാൻ പോകുന്നു. കേസ് നടത്തുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, അവനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ കുട്ടിക്ക് മിഠായി കൊടുത്തതുപോലെ തന്നെ അവിടെ അപ്പുറത്തെ കുട്ടിക്ക് മിഠായി കിട്ടാൻ, അച്ഛൻ്റെ ചൂട് കിട്ടാൻ അവന് അവകാശമില്ലേ? നീ എന്തിനത് ഇല്ലാതാക്കണം? ഹാജരായ കേസുകൾ എവിടെയാ ധാർമ്മിക? ഈ പൊളിറ്റിക്കൽ ഹാജരായ കേസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പ്രതിഭാഗം വാദിച്ച സമയത്ത് പ്രതിക്ക് വേണ്ടി ഹാജരായ കേസാണ് ഞാൻ തലശ്ശേരിയിലെ കേസ് ഞാൻ പറഞ്ഞത്. അത് ധാർമ്മിക പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സിൽ. ഈ പൊളിറ്റിക്കൽ ക്രൈം കുറയ്ക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്നാണ്? ഈ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്, ഇപ്പോൾ കാണാൻ കഴിയും. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഇത്തരം കേസുകൾ ഹാജരാകുമെന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്ന ലിസ്റ്റിൽപ്പെട്ട 80% പേരും പ്രതികളല്ല എന്ന് തന്നെയാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് തന്നെയാണ്. ഇനി 20% വരുന്നുണ്ടെങ്കിൽ തന്നെ നിലവിലുള്ള തെളിവിൻ്റെ അഭാവമുണ്ടോ ഇല്ലയോ എന്നാണ് ഞാനവിടെ പരിശോധിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കോടതികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അഭിഭാഷകനായിരുന്ന നേരെ ജഡ്ജായിട്ട് കടന്നു വരുന്ന ആളാണ്, വിചാരണ ചെയ്യുന്ന ഒരാൾ. അയാളുടെ അനുഭവ സമ്പത്തിൽ തന്നെ അയാൾക്ക് അറിയാൻ കഴിയും കുറേ കാര്യങ്ങളെല്ലാം തന്നെ. അയാൾ മൂത്താണ് പിന്നീട് ഹൈക്കോടതിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നേരിട്ട് നല്ല പ്രഗത്ഭരായ അഭിഭാഷകരാണ് ഹൈക്കോടതിയിലേക്ക് വരുന്നത്. അവർക്കും അറിയാം ഈ ക്രൈം സീൻ എന്തൊക്കെയാണ്, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ട നെയിം ബ്ലെൻഡേഴ്സിനെ ശിക്ഷിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ വരുന്നു. പിന്നീട് വേറെ ടേണിലേക്ക് വരുന്നു, ഇവരല്ലെങ്കിൽ പിന്നെ മറ്റവരെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഇവരെ ശിക്ഷിക്കുന്നതോടെ ഇനി അടുത്ത കാലഘട്ടത്തിൽ നെയിം ബ്ലെൻഡേഴ്സ് കടന്നു വരരുത്, അതിനൊരു പാഠമായിട്ട് നമുക്ക് ഈ ശിക്ഷ കൊടുക്കണം. അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വരുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടും കാര്യമില്ല, കുറേ ചാവേറുകളാണ് അപ്പോഴും ഉണ്ട്. 14 കൊല്ലം കഴിഞ്ഞ് അകത്തേക്ക് പോരാം. അവിടെ മിക്കവാറും ഇപ്പോൾ ചില ആളുകൾ പറയുന്ന പോലെ കോഴി ബിരിയാണിയൊക്കെ തിന്ന് സുഖമായിട്ട് കിടക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ കടന്നു വരുന്നു. വീണ്ടും ഒരു ടേണിലേക്ക് ഇപ്പോൾ എൻ്റെ തന്നെ സമകാലീനരായ ആളുകൾ ജഡ്ജസായിട്ടിരുന്നപ്പോൾ അവർ തന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. നമ്മളാദ്യം അങ്ങനെയുള്ള ആൾ ശിക്ഷിച്ച് നോക്കി, അപ്പോഴും നമുക്ക് ക്രൈം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് കൊലക്കയർ കൊടുത്ത് നോക്കാം. അങ്ങനെയാണ് ആ മാഷിൻ്റെ കേസിലെല്ലാം കൊലക്കയർ കൊടുക്കുന്നത്. അപ്പോൾ കുറേയും കൂടി അതിലിടക്കുന്നു. ഇവരല്ല ചെയ്തതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഒരു കൊലക്കയർ കൊടുക്കുന്നതിലൂടെ വെറുതെ ഇനി ജീവപര്യന്തമൊന്നും അല്ല നിങ്ങൾക്ക് കിട്ടാൻ പോണത്. നിങ്ങൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ ജീവപര്യന്തമല്ല, നിങ്ങളെ തൂക്കുകയർ വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. അങ്ങനെ ഈ കൊലപാതകത്തെ കുറയ്ക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരുന്നത്. എത്രമാത്രം അത് വിജയിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അത് ഇപ്പോൾ ഞാൻ പറയാം, സമീപകാലങ്ങളിൽ കുറേ കേസുകളിൽ വിധി വരുമ്പോൾ ഇപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന വൈകാരികമായിട്ടായിരിക്കും പല കേസുകളെ സമീപിക്കുക. അപ്പോൾ കോടതിയിൽ എന്തൊക്കെ പറഞ്ഞാലും ഫാക്റ്റാണ് അവിടെ എടുക്കുക, അല്ലെങ്കിൽ തെളിവുകളാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ പറയും. പക്ഷേ സാധാരണക്കാരൻ്റെ മനസ്സിൽ അതായിരിക്കത്തില്ല. ആ വിക്ടിമിനോടുള്ള ഒരു വൈകാരികമായ അനുകമ്പയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ കൊലക്കയർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കും ജീവപര്യന്തത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആളുകളുടെ ഒരു നിരാശ അതും നമ്മൾ കാണാറുണ്ട് അല്ലേ, വല്ലാതെ. അപ്പം അതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ്? ഇപ്പം ശരിയാണ്, നിയമം അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അത് കുഴപ്പമില്ല, ശരി, ഇതിന് ഇത്രയൊക്കെയാണ്, ഈ കുറ്റകൃത്യത്തിന് ഇത്രയൊക്കെയാണ് ശിക്ഷ, പരമാവധി ശിക്ഷ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാം. ചില കേസുകളിൽ അത് അല്ലാതെയും സംഭവിച്ചിട്ടുണ്ട്. കൊലക്കയർ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ജീവപര്യന്തമായി കുറയ്ക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാവുന്നുണ്ട്. രണ്ടും സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഈ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞ ഞാനൊരു 27-28 വയസ്സായി. ഇപ്പോൾ രാധികയുടെ കേസിൻ്റെ അവസാനത്തെ വാദം ഞാൻ പറഞ്ഞില്ലേ, ഫഗ്വാ റാവുത്ത് കുറ്റക്കാരനാണെങ്കിൽ അവന് കൊലക്കയർ കൊടുക്കണമെന്നുള്ളത്. ഇന്നാണെങ്കിൽ ഞാനങ്ങനെ പറയില്ല. ഇന്ന് ഞാൻ കൊലക്കയറിനെതിരായിട്ടാണ് എൻ്റെ മനസ്സ് ചലിക്കുക. എത്ര കൊടും ക്രൂരനാണെങ്കിൽ പോലും നിങ്ങൾ കൊലക്കയർ കൊടുക്കുന്നതിലൂടെ ഒന്നും പരിഹരിക്കാൻ പോകുന്നില്ല എന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തപ്പെടുന്നു. പല രാജ്യങ്ങളും കൊലക്കയറുകളൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം ക്രൈം റേറ്റ് കൂടിയെന്നൊന്നൊരു കണക്കൊന്നുമില്ല.
ഒരു കൊലക്കയറ് കൊടുത്തത് കൊണ്ട് ക്രൈം റേറ്റ് കുറയാനൊന്നും പോകുന്നില്ല. സ്വാഭാവികമായിട്ട് കൊല നടത്തുന്ന സമയത്ത് എനിക്ക് കയറ് കിട്ടുമില്ലെന്ന് നോക്കിയിട്ടൊന്നും അല്ല ആരും ഇതൊക്കെ ചെയ്യുന്നത്. പിന്നീട് ഈ വിക്ടിംസായിട്ട് കൊലക്കയറിൽ കാത്തു കിടക്കുന്ന ആളുകളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. നമുക്ക് നിസ്വരായ കുറേ മനുഷ്യരാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത്. അതിൽ തന്നെ മിക്കവാറും നിരപരാധികളായ ആളുകളും കടന്നു വരാം ഇല്ലേ? നിരപരാധികളായ എത്രയോ പേരെ ഒരുപക്ഷെ തൂക്കിക്കൊല്ലുന്ന അവസ്ഥയിലേക്കും നമ്മൾ കടന്നു പോയിട്ടുണ്ടാകാം. ഇപ്പോൾ ഞാൻ ഭട്ടിൻ്റെ തന്നെ ഒരു കഥ പറഞ്ഞുതരാം. അദ്ദേഹം അവിടെ മഞ്ചേരിയിൽ ജഡ്ജായിട്ടിരിക്കുമ്പോൾ ഒരു കേസ് വിചാരണ ചെയ്യുകയാണ്. അപ്പോൾ ഒരാൾ അപ്രത്യക്ഷമാകുന്നു. അയാളുടെ ബോഡി വനത്തിൽ നിന്ന് കിട്ടുന്നു. ആ വനത്തിൽ കിട്ടിയ ബോഡി ഏതാണ്ടെല്ലാം നശിച്ചു കഴിഞ്ഞാൽ അസ്ഥിപഞ്ജരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അരയിൽ ഒരു ഏലസ് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഏലസ് ഇന്ന ആൾ ഇന്ന തട്ടാൻ എഴുതിയതാണ്, അത് ഇന്ന ആൾക്ക് എഴുതി കൊടുത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടിൻ്റെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റിസ് ഭട്ട് വിചാരണ നടത്തുന്ന സമയത്ത് പുള്ളി ഈ തട്ടാൻ്റെ മൊഴി എടുക്കുമ്പോൾ പുള്ളിക്കൊരു സംശയം, ഇവന് ശരിക്കും ഈ ഏലസ് എഴുതാൻ കഴിവുള്ളത്. കാരണം ഏലസ് എഴുതുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. ആ കരി കൊണ്ട് ഈ ചെമ്പിൻ്റെ തകിടിൽ, ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, ആ ചെമ്പിൻ്റെ തകിടിൽ എഴുതാനൊരു പ്രത്യേക പ്രാഗൽഭ്യം വേണം. അപ്പോൾ ഇത് ഇയാളുടെ വിചാരണ നടത്തുമ്പോൾ ജഡ്ജിക്ക് സംശയമായി. അപ്പോൾ മഞ്ചേരിയിൽ അപ്പുറത്തൊരു സ്വർണ്ണക്കടയിൽ നിന്ന് ഈ തകിടും ഈ എഴുത്ത് കൂർത്ത മുനയുള്ള ഒന്നാണത്, ഒരു ഇരുമ്പിൻ്റേതാണ്, അത് വാങ്ങിച്ചിട്ട് എഴുതാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കിത് എഴുതാൻ അറിയില്ല എന്ന് പറയാം. അപ്പോൾ ഈ കുമ്പളം നക്സലേറ്റ് കേസ് നടക്കുന്നതിൻ്റെ ഒരു 14 കൊല്ലം മുമ്പാണ് ജസ്റ്റിസ് ഭട്ട് ഈ വിചാരണ നടത്തുന്നത്. ഞങ്ങൾ ഈ വിചാരണ ഹൈക്കോടതിയിൽ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് മനോരമ പത്രത്തിൽ വാർത്ത വരെയാണ് ഈ പറഞ്ഞ ആൾ തിരിച്ചു വന്നത്, മരിച്ചു പോയ ആൾ തിരിച്ചു വന്നു എന്ന് പറയുകയാണ്. കടം കയറിയിട്ടാണ് അയാൾ കർണാടകത്തിലേക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് 14 കൊല്ലം കഴിഞ്ഞ ആൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഭട്ടർ ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ അന്ന് ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ കുറ്റവാളി ആരാണ്, ഞാനാണോ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്ത ആളാണോ? ഇത് തന്നെ തൂക്കുകയറാണ് കൊടുക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് അയാൾ മരിച്ചില്ല, തിരിച്ചു വരാൻ കഴിഞ്ഞു. തൂക്കുകയറാണെങ്കിൽ സ്വാഭാവികമായിട്ടും പഴയ നമ്മുടെ IPC തൂക്കുകയറായിരുന്നു മിനിമം. ഇപ്പോൾ അതെല്ലാം മാറി. നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുടെ അയക്കുന്ന കാലത്തിന് മുമ്പ് 2 ഓപ്ഷനിലായിട്ട് കടന്നു വന്നിരുന്നു. ഇപ്പോഴും ഓപ്ഷനിലാണ്, പക്ഷേ കൊടുക്കാവുന്നൊരവസ്ഥയിലേക്ക് കടന്നു വരിക. റെയറസ്റ്റ് ഓഫ് റെയർ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് സുപ്രീം കോടതി ഇൻ്റർപ്രറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ 6ാം ഇന്ദ്രിയമുള്ള ഒരു ജസ്റ്റിസ് ഭട്ടിന് ഉണ്ടായതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഒരു പ്രജുഡിസ്ഡ് മൈൻഡാണ്. നമ്മൾ ഈ പറഞ്ഞ അനുകമ്പ, മരിച്ചവരോടുള്ള കൂറ്, അത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വൈകാരിക വിക്ഷോഭത്തിലാണ് നമ്മളൊരു ജഡ്ജ്മെൻറ്റ് എഴുതുന്നെങ്കിലോ അതല്ല വേണ്ടത്. നമ്മളുടെ 6ാം ഇന്ദ്രിയം തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് വിഷയം. 14 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ ജസ്റ്റിസ് ഭട്ടിൻ്റെ നീതിബോധമാണ് അവിടെ ഉയർന്നു നിന്നത്. ഈ നീതിബോധമാണ് ഇവിടെ ഉയരേണ്ടത്, അല്ലാണ്ട് പ്രതികാരാത്മകതയല്ല. ഒരു പ്രതികാരത്തിൽ ഇങ്ങനെ ഒരു ജഡ്ജ് വിധി പറയുന്നത് ശരിയായ രൂപം പോലുമല്ല. ആ വൈകാരിക തലത്തിലാണ് പലപ്പോഴും കൊലക്കയർ കൊടുക്കുന്നതെല്ലാം തന്നെ. അങ്ങനെ ഒരു വൈകാരിക തലമല്ല വേണ്ടത് ഇവിടെ. അവസാനമായിട്ട് ഇതൊരു എന്താ പറയുക, പരിവർത്തന ദിശയിലേക്കാണ് നമ്മൾ ജയിൽ. ചിലർ പറയും ക്രൈം റേറ്റ് കുറയ്ക്കണമെങ്കിൽ ഗൾഫിലെ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെ, അത് കേൾക്കാത്ത നമ്മളല്ലേ. ഒരു എല്ലാ ക്രൈം കേസുകളുടെയും വിധി വരുന്ന ദിവസം നമ്മൾ കേൾക്കുന്ന ഒരേ ഒരു വാചകം അതായിരിക്കും. അതൊരു ശരിയായൊരു സമൂഹം, വികസിച്ച ഒരു സമൂഹത്തിന് പറ്റിയതായിട്ട് ഒന്നല്ല. ഇപ്പോൾ ഞാൻ അത് തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ സൂര്യവല്ലി കേസിൽ ഒരു പ്രതിയുടെ കൈ വെട്ടിയ ഒരു കേസുണ്ടായിരുന്നു. ആ പ്രതിയുടെ ഒരു കൈ വെട്ടി. ആ കൈ വെട്ടി കഴിഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് അവർ പറഞ്ഞതാ ഇവിടുത്തെ മാവോയിസ്റ്റുകളും താലിബാനിസും എടുത്തിരിക്കുന്നു എന്നുള്ളത്. ഇത് ന്യായീകരിക്കപ്പെടാവുന്ന ഒന്നാണോ യഥാർത്ഥത്തിൽ? എന്ത് അവയവം കൊണ്ടാണോ നമ്മളൊരു കുറ്റകൃത്യം ചെയ്തത് ആ അവയവം ഛേദിക്കുക എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ യോജിച്ച ഒരു പ്രവൃത്തിയായിട്ട് കാണാൻ കഴിയുമോ? കട്ടവൻ്റെ കൈ വെട്ടുക പഴയ കാലത്ത് ഉണ്ടായിരുന്ന അതൊക്കെ തന്നെ. നമ്മുടെ കേരളത്തിൻ്റെ ഈ ബ്രിട്ടീഷുകാർ കടന്നു വരുന്നതിന് മുന്നേയുള്ളൊരു കാലഘട്ടത്തിൽ ശിക്ഷാ സമ്പ്രദായങ്ങൾ അതൊക്കെ തന്നെ ആയിരുന്നില്ലേ? അത് തന്നെയാണല്ലോ മനുസ്മൃതിയിലുള്ളത്. ഇല്ലാത്തത് പറഞ്ഞാൽ നമ്മുടെ നാവ് കണ്ടിച്ച് കളയുക, കേൾക്കേണ്ടത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെവിട് അടപ്പിച്ച് കളയുക, അല്ലേ? ഒഴിച്ചിട്ട് അടപ്പിച്ച് കളയണം. അപ്പോൾ മനുസ്മൃതി കാലഘട്ടത്തിൽ നിന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ വരുന്ന മുമ്പ് വരെയുള്ളത്, അതിന് തൊട്ട് മുമ്പ് വരെയുള്ളൊരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുണ്ട കാലഘട്ടത്തിൻ്റെ നീതി സംവിധാനമാണ്. അതൊക്കെ ശരിക്കും നോക്കുക, അത് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമൊന്നുമല്ല. ഈ പൊളിറ്റിക്കൽ ക്രൈം കേസുകളിലെ ഈ ശിക്ഷാ നിരക്ക് കുറയാൻ എന്തായിരിക്കും കാരണം? പൊതുവേ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത്ര വലിയൊരു ശിക്ഷാ നിരക്ക് ഉണ്ടാവുന്നു എന്ന് തോന്നില്ല. ഇനിയിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞു തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അതിലുണ്ടാവുന്നൊരു വിഷയം ശിക്ഷാനിരക്ക് ശിക്ഷാനിരക്ക് ഉണ്ടാകാതിരിക്കുന്നതിൽ ഒരു പരിധിവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ പൊള്യൂട്ടഡായ എവിഡൻസാണ് കടന്നു വരിക. എവിഡൻസ് വരുന്നത് സാക്ഷികളുടെ കൂറുമാറ്റം മാത്രമല്ല, ഒരു വിഭാഗീയ സാക്ഷികളാണ് വരുന്നത് തന്നെ. നിക്ഷിപ്ത താല്പര്യമുള്ള സാക്ഷികളാണ് അണിനിരത്തപ്പെടുന്നത് തന്നെ. ഏതെങ്കിലും കൂറുപലർത്തുന്ന ആളുകൾ തന്നെയാണ് ഓരോ പാർട്ടിയോടുള്ള കൂറുപലർത്തുന്നവരായിരിക്കും, മരിച്ചവരോട് കൂറുപലർത്തുന്നവരായിരിക്കും, മറ്റവരോട് വൈരാഗ്യമുള്ളവരായിരിക്കും കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തെളിവുകളിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഓഫ് എവിഡൻസ് കിട്ടി എന്നൊരു തോന്നൽ വരില്ല. ഇൻട്രസ്റ്റഡ് ടെസ്റ്റ് മണി എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരും.
ദിറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് എവിഡൻസ് ഉള്ളതുകൊണ്ടാണ് സ്വതന്ത്ര സാക്ഷികളുടെ ഒരു പിൻബലം ഇതിനില്ല എന്നൊരു തോന്നലോട് കടന്നു വരാം സ്വാഭാവികമായിട്ട്. ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് വിശ്വസിക്കാം. അപ്പോൾ ഞാനും നിങ്ങളും കൂടി കടന്നു പോകുന്നു, നമ്മൾ രണ്ടാളും ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾ സംഭവം കണ്ടിരിക്കുന്നു, നമ്മൾ തമ്മിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തെളിവില്ലാതാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ടെസ്റ്റഡ് ബൈ ക്രോസ് എക്സാമിനേഷൻ. നിങ്ങൾ വിസ്റ്റുഡ് ദ ക്രോസ് എക്സാമിനേഷൻ, ദെൻ സ്വാഭാവികമായിട്ടും അയാൾ പണിഷ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ആ രീതിയിൽ. ഈ സാധാരണക്കാരൻ്റെ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കേസ് എങ്ങനെയാണ് വക്കീലെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത്? അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്സ്? ആ പ്രതിക്കുണ്ടാവുന്ന ആനുകൂല്യം എന്താണ്? ഇവിടെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയും, രാഷ്ട്രീയ പാർട്ടി പ്രേരിതം എന്ന് പറയാം നമുക്ക്. അതായത് ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയും. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അപ്പോസ്ട്രോഫിയിൽ ഇടുമ്പോൾ ഞാൻ ആ അർത്ഥം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ പൊളിറ്റിക്സിനല്ല അവിടെ വന്നിരിക്കുന്നത്. ഈ നിക്ഷിപ്ത താല്പര്യം, കക്ഷി താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് പറയും എതിർപക്ഷി. മിക്കവാറും പ്രതിഭാഗമാണ് ഈ വിഷയം ആരോപിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇന്ന പാർട്ടിയിൽപ്പെട്ട ആളല്ലേ, കാരണം ആ പാർട്ടിയിൽപ്പെട്ട ആളായതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളാണ് ഈ പരിക്ക് പറ്റിയത് അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകൊണ്ട് നിങ്ങളിങ്ങനെ കളവായി പറയുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ഈ സംഭവം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രതികളുടെ പാർട്ടിയുമായിട്ട് വൈരാഗ്യമുണ്ടെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എനിമിക്കൽ ടേംസാണ്. നിങ്ങൾ എനിമിക്കൽ ടേംസിലായതുകൊണ്ട് തന്നെ, ശത്രുതാപരമായ നിലപാട് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എനിക്കെതിരെ തെളിവ് പറയും. നിങ്ങൾക്ക് ഒരു പ്രതികാരം എന്നോടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ തെറ്റായി കളവായി പറയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഡിഫൻസാണത്, പ്രതിഭാഗത്തിൻ്റെ ഡിഫൻസാണ് എപ്പോഴും വരുന്നത്, അതിനകത്തേക്ക് വരുന്നത്. ഇങ്ങനൊരു കേസ് രാഷ്ട്രീയ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അവരെ പ്രതികളാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് അയാളുടെ ഡിഫൻസാണ്. ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊലപാതകം ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഓക്കെ, അത് രാഷ്ട്രീയ പ്രേരിതമാണ്. അപ്പോൾ ഈ പ്രതിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താ, അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യം എന്താണ്? അല്ലെങ്കിൽ എന്ത് വരും, ഈ സാക്ഷികൾ എന്തിനു പറയണം? നിങ്ങൾ വേറെ ഒരു സജഷനും അയാൾക്കെതിരെ ഇല്ല അല്ലേ? ആ സി എന്ന് പറയുന്ന സാക്ഷി, അയാൾക്കെതിരെ നിങ്ങൾക്ക് ഒരു സജഷൻ നിങ്ങളുടെ ക്രോസ് എക്സാമിനേഷൻ ഇല്ലയെന്ന് വിചാരിക്കുക. ഡിഫൻസിന് ഒരു സജഷൻ ഇല്ലെങ്കിൽ അയാൾ എന്തിനാണ് വിശ്വസിക്കണം? അയാൾ സംഭവം കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. അയാൾ സംഭവം കണ്ടു എന്ന് പറഞ്ഞത് ഇന്ന ഒരു ഇൻട്രസ്റ്റഡ്നെസ് കൊണ്ടെന്നോ അയാൾ പറഞ്ഞിട്ടില്ല. അയാൾക്ക് എന്തെങ്കിലും ശത്രുത നിങ്ങളുണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. മരിച്ചയാളുമായിട്ട് എന്തെങ്കിലും ബന്ധുമിത്രാദിത്വം ഉണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. സോ ഈസ് പ്യുവർലി ആൻ ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ്. അത് മതി, ഒരൊറ്റ ആളുടെ തെളിവ് മതി അത്തരത്തിലുള്ള. നമ്മളിവിടെ ഇംഗ്ലീഷ് ഭാഷയിൽ സ്റ്റെർലിംഗ് വിറ്റ്നസ് എന്ന് പറയും. കറ തീർന്നൊരു സാക്ഷിയാണ്, അത് മതി. ഇപ്പം നമ്മൾ ഇത്തരം കേസുകൾ, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ കൊലപാതകം, പൊളിറ്റിക്കൽ പാർട്ടികളുടെ രാഷ്ട്രീയ കൊലപാതകത്തിൽ എപ്പോഴും സാക്ഷി പറയുക എന്ന് പറയുന്നത് വലിയൊരു ബാലികേറാമലയാണ്, പേടി തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പം ഇത്തരം സാക്ഷികളുടെ സംരക്ഷണ പദ്ധതി അല്ലെങ്കിൽ ഇരകൾക്കുള്ള നഷ്ടപരിഹാരം, ഇതൊക്കെ എത്രത്തോളം ഫലവത്താണ്? നമ്മുടെ നിയമത്തിൽ അതെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വിധി ന്യായങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. പ്രതിയിൽ നിന്ന് ഇത്ര ഫൈൻ ഈടാക്കണം, ആ ഫൈൻ ഈടാക്കുന്ന അത്രയും 50,000 രൂപ, 50,000, ലക്ഷമാണെങ്കിൽ 1,00,000 രൂപ അത് വിക്ടിംസിന് കൊടുത്തിരിക്കണം. അതില്ലെങ്കിൽ ഇവിടെ വിധിയിൽ അത് പറയുന്നുണ്ടെങ്കിൽ പോലും ആ വിധി അപ്പീലിലേക്ക് പോയി കടന്നു വരുമ്പോഴേക്കും ഇനി അതിൽ നിന്ന് ഈടാക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അയാൾ പാപ്പരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ്. അയാൾക്ക് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈടാക്കാൻ കഴിയുള്ളൂ, റവന്യൂ റിക്കവറി മറ്റൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിയുന്നില്ല. അങ്ങനെ കിട്ടിയ കേസുകൾ വളരെ ചുരുക്കമായിരിക്കും, നഷ്ടപരിഹാരങ്ങളൊക്കെ കിട്ടിയ കേസുകൾ. പിന്നെ സർക്കാരിൻ്റെ തന്നെ കോമ്പൻസേറ്ററി ആയിട്ട് പറയുന്ന പ്രൊവിഷനുണ്ട്, അതും കൊടുക്കുകയും കഴിയുന്ന ഒരവസരം വരാം. അതുപോലെ തന്നെ ഈ സാക്ഷി സംരക്ഷണ പദ്ധതി നിലവിലുണ്ട്. അയാൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് സംരക്ഷണം കൊടുക്കുക, അയാൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ വിചാരണ നടത്താം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അയാളുടെ ഐഡന്റിറ്റി വെളിവാക്കാതിരിക്കാം. പ്രൊവിഷൻ തന്നെ വന്നിട്ടുണ്ട് സാക്ഷികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അല്ല, എല്ലായ്പ്പോഴും അത് മാനിക്കപ്പെടുന്നുണ്ടോ? ചില സമയങ്ങളിലൊക്കെ ആളുകൾക്ക് ഭയമാണല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സാക്ഷി പറഞ്ഞാൽ പിന്നെ നാളെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ളൊരു ഭയം ഉണ്ടായിരിക്കുന്ന കുറേ മാറ്റങ്ങളുണ്ട്. നമ്മൾ തന്നെ കണ്ടു. ഇപ്പോൾ ഞാനൊരു 65 കൊല്ലത്തിന് മുകളിലായിട്ട് വാർത്തകൾ നോക്കുന്ന ഒരാളായിരിക്കും ഞാൻ. വാർത്താ മാധ്യമങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഒറ്റപ്പെട്ട കൊലയൊക്കെ നമ്മൾ വല്ലാതെ ക്ഷോഭിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് നിരന്തരം യുദ്ധങ്ങളും മറ്റൊന്നും മറിച്ചെല്ലാം വന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോഴോ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒറ്റപ്പെട്ട കൊലയോടുള്ള അനുകമ്പയൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം തന്നെ ആ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് വാർത്തയില്ലാതായി മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ വാർത്ത കണ്ടിട്ട് അടുത്ത ലക്കത്തിൽ ഒരു പരസ്യമാണ് കാണുന്നത്. അപ്പോൾ ഒരു പരസ്യത്തിനിടയിലുള്ള ഒരു സാധനം മാത്രമാണ് ഈ വാർത്തകൾ എന്ന് പറയുന്നത്. വാർത്തകൾ പറയുമ്പോൾ എഴുന്നേറ്റ് പോയും പരസ്യം മാത്രം കാണാനിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മനസ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നും നമ്മളെ ക്ഷോഭിപ്പിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം വി ആർ എലിയനേറ്റഡ്, നമ്മൾ അന്വൽക്കരിച്ചു കഴിഞ്ഞു.
നമുക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന ചലനങ്ങളോട് നമുക്ക് പ്രതിപ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഐദർ യു ആർ ബിക്കമിങ് എ ടെററിസ്റ്റ്, നിങ്ങൾ പ്രതിപ്രവർത്തിക്കാൻ തയ്യാറായാൽ നാളെ നിങ്ങൾ അങ്ങനെയാണ് മുദ്രകുത്താൻ. അതുകൊണ്ട് നിസ്വനാകുക, നിശബ്ദനാകുക. നിശബ്ദത ഒരു പരിധി വരെയും ഒരു ക്രൈമാണ്. നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദനാവുന്നെങ്കിൽ യു ആർ കമ്മിറ്റിങ് എ ക്രൈം. യു ആർ അക്സെപ്റ്റിംഗ് ദാറ്റ്. നിശബ്ദത നിങ്ങളുടെ ഒരു അംഗീകാരമാണ് ഒരർത്ഥത്തിൽ നോക്കിക്കഴിയുമ്പോൾ. പക്ഷേ മനുഷ്യൻ അങ്ങനെയായി കഴിഞ്ഞിട്ട് ഒരു പരിധി വരെ. ഇപ്പോൾ നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്നു, പെട്ടെന്ന് ഒരാൾ അപകടം പിടിക്കുന്നു, പെട്ടെന്ന് നിങ്ങളുടെ വണ്ടിയിലേക്ക് എടുത്തിടണം. എന്തിന്? എനിക്കിപ്പോൾ ഓഫീസിൽ പോയിട്ട് പണിയാണ്, ഹൈക്കോടതിയിൽ പോകേണ്ടതാണ്, ഞാൻ എൻ്റെ പാട് നോക്കി ഞാൻ പോരെയാണ്. ഒരു പരിധിവരെ ഒരു 5 മിനിറ്റ് ഞാൻ നിർത്തി അയാൾ ഒരു ആശുപത്രിയിൽ എത്തിച്ചത് ഒരുപക്ഷെ ആ ജീവൻ എനിക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. കേരളത്തിലെ ഒരു രാഷ്ട്രീയ കൊലപാതക കേസുകൾ എടുത്തു കഴിഞ്ഞാൽ ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. അതിന് നമ്മൾ ശിക്ഷാ നിരക്കിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ? രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ശിക്ഷ കുറവാണെന്നൊന്ന് പറയാൻ കഴിയുമോ? വളരെ പ്രമാദമായ കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം തന്നെ ശിക്ഷ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നാഗരൂർ കേസ് നോക്കുക, കൊങ്ങാട് കേസ് നോക്കുക, കുമ്പളം കേസ്. ദേശീയ ശരാശരി കണക്കെടുക്കുമ്പോൾ ദേശീയ ശരാശരിയേക്കാൾ കുറവാണെന്നാണ് കണക്ക് പറയുന്നത്. അതിനെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റുമോ അതോ നെഗറ്റീവായിട്ട് കാണാൻ പറ്റുമോ? പറയാൻ ബുദ്ധിമുട്ടുള്ള സാധനം വരും. കാരണം ഓരോ കേസും അതിൻ്റെ ഒരു നേച്ചറിനനുസരിച്ച് പറയേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ആ വെറുതെ വിട്ടത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഈ ശരാശരി കണക്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളെ വസ്തുതയൊന്നും കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഈ കണ്ണൂർ ജില്ലയിലെ ഒരു രാഷ്ട്രീയ അക്രമം ഉണ്ടല്ലോ, വക്കീൽ എങ്ങനെയാ ഈ ഇത്രയും കുറേ നാളത്തെ സാമൂഹ്യ ചരിത്രം കുറേ കാലമായിട്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ വടകര മുതൽ വടക്കോട്ടേക്ക് പോകുമ്പോൾ അവിടുത്തെ പഴയ നീതി സംവിധാനം എന്തായിരുന്നു? നിങ്ങൾ ഒരു ചേകവനെ വാടകയ്ക്ക് എടുത്താൽ അങ്കത്തട്ടിൽ അയാൾ യുദ്ധം ചെയ്ത് മറ്റവൻ്റെ തലയറുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അതിർത്തി തർക്കം പരിഹരിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ മൂപ്പളമ തർക്കം പരിഹരിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും സമൂഹത്തിൽ ഇത്തരത്തിലുള്ളതിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ റഷ്യയിലൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ തമ്മിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ നേരെ വെടിവെക്കും. അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ അതല്ലല്ലോ. എനിക്ക് പൈസ ഉണ്ട്, ഞാനിത്രയും പൈസ കൊടുക്കുന്നു, കൂലിക്കൊരാളെ വയ്ക്കുന്നു, ഒരു ചേകനെ വയ്ക്കും, ആരോഗ്യോടറിയോ അല്ലെങ്കിൽ ആരോഗ്യം വയ്ക്കുന്നു, അവരെനിക്ക് വേണ്ടി പടവെട്ടുന്നു. പടവെട്ടിയതിന് ശേഷം എൻ്റെ മൂപ്പളമ തർക്കം ആരാണ് വരേണ്ടതെന്ന് തീരുമാനിക്കുന്നു. വേലി വടക്കാണോ പ്ലാവ് ഇപ്പുറത്ത് വരേണ്ടതാണോ തീരുമാനിക്കപ്പെടുന്നു. ഈ ഒരു സംവിധാനം ഒരു 300-350 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ വടക്കൻ പാട്ടുകൾ കാണുന്നത് പോലെ നിലനിന്നിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയുന്നത്. പഴയ സാമൂതിരിമാരുടെ സ്ഥാനത്ത് ഇന്ന് പാർട്ടി നേതാക്കന്മാരുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ചേകവന്മാരായിട്ട് ചാവേറുകളായിട്ട് അണികളുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് ഇവിടെ കാണുന്ന ഈ ജില്ലകളിൽ കാണുന്ന കൊലപാതകം എന്ന് ഒരു വിലയിരുത്തലാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന രൂപത്തിൽ അതിൻ്റെ അടുത്ത് എനിക്ക് തോന്നിയതാണ്. പക്ഷേ നമ്മുടെ ഇപ്പോൾ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ മറ്റിടത്തേക്കോ പോകുന്ന അതെല്ലാം തന്നെ ഈ കൂലിക്ക് കൊല ചെയ്യുന്ന ആളുകൾ ഹൈഡ് ഗുണ്ടാസാണ്, ഹൈഡ് കില്ലേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ കാണാം. മറ്റേത് ഹൈഡ് അല്ല ഒരർത്ഥത്തിലും. കാരണം അവർ കമ്മിറ്റഡാണ്. ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം താൻ ചെയ്തതിൽ ഒരു തെറ്റ് അയാൾക്ക് തോന്നുന്നില്ല, അയാൾക്ക് ബോധ്യപ്പെടുന്നില്ല, തോന്നുന്നില്ല. കാരണം അയാളെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയ ഒരാളാണ്. ആ പൊളിറ്റിക്കൽ ഐഡിയോളജി അയാളുടെ പാർട്ടിയുടെ കൂറുമായി ബന്ധപ്പെട്ടാണ് അയാളെ കടന്നു വരുന്നത്. അയാളുടെ പാർട്ടി അയാളുടെ കുടുംബത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. ഈ 14 കൊല്ലവും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പാർട്ടി സ്വഭാവം നേരെ അയാളുടെ കുട്ടിയെ ഇട്ടിട്ട് ഈ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ ഓടും. അത്രയും സൗഹാർദ്ദവും സാഹോദര്യവും പുലർത്തുന്ന ഒരു നാടായിട്ടത് മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 2 കൂട്ടരിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കമ്മിറ്റഡ്, ഈ ഒരു ഫ്രണ്ട്ലെസ്, ഈ ഒരു ബോണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ പഴയ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറുമ്പോൾ തന്നെ വേറെ ചില വ്യക്തിബന്ധങ്ങളും കടന്നു വരും. ഇപ്പോഴും നമുക്ക് അവിടെ മതിലോ വേലിയൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ കാണുന്ന പോലെ 1 സെൻറ്റിൽ വരെ മതിലൊക്കെ കെട്ടി നോക്കുന്നത് പോലെ അവിടെ ഇല്ല. ആരുടെ പറമ്പിൽ കൂടി നമുക്ക് പോകാം. ഇപ്പോഴും നിങ്ങൾ തലശ്ശേരി ഭാഗത്ത് വടകര ഭാഗത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. റെയർലി ഈ റോഡ് സൈഡിലുള്ള ഒരുപക്ഷെ മതിലുകളൊക്കെ കാണും. അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും കാണാൻ കഴിയില്ല. ഇപ്പോൾ ഒരാളുടെ കല്യാണം നടത്തുന്നു, നമ്മളീ കാണുന്ന പോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് കാറ്ററിംഗ് യൂണിറ്റ് ഇല്ലേ, അത്രയും യൂണിറ്റ് അവിടെ വികസിച്ചിട്ടില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആളുകളെല്ലാം തന്നെ അതിനകത്ത് വന്ന് ചെയ്തുകൊണ്ടിരിക്കുക. 2 വിഭാഗത്തിലും അങ്ങനെ തന്നെയാണ്. അവരുടെ ആളുകൾ വരും, അതൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു ജില്ലയായിട്ട് ഞാൻ പലപ്പോഴും കണ്ണൂരിൽ കണ്ടിട്ടുള്ളത്. അവിടെ ക്രൈം റേറ്റ് കൂടാനുള്ള കാരണവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാരണങ്ങളാണ്. നമ്മൾ പോലും വിചാരിക്കാത്തൊരു കാര്യത്തിൽ പെട്ടെന്നാണ് അവർ മോട്ടിവേറ്റഡ് ആയി. വളരെ നിസ്സാരമാണ് കാരണങ്ങൾ പലപ്പോഴും നമുക്കതിൽ കണ്ടെത്താൻ പറ്റുന്നില്ല. അടിക്കുന്നത് പോലെ തലേ ദിവസം ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചൊരു കൊല നടത്തിയില്ലെങ്കിൽ വീണ്ടും അവൻ വീണ്ടും കൊല്ലും. അപ്പോൾ കൊലയ്ക്ക് കൊല തന്നെയാണ് ഇത് പരിഹാരം. ഇപ്പോൾ ഇയാൾ പറഞ്ഞില്ലേ, നമ്മുടെ വാൻസ് ആയിട്ട് പറഞ്ഞില്ലേ, ക്രൈം ഷുഡ് ബി മെറ്റ് വിത്ത് ക്രൈം, വാർ ഷുഡ് ബി മെറ്റ് വിത്ത് വാർ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കൊലയ്ക്ക് കൊല കൊണ്ട് തന്നെ പരിഹാരം തേടണം എന്ന അവസ്ഥയിലേക്കുള്ള
ഒന്ന്. ഇത് ഇത് മാത്രമല്ല, ഇത് എന്താ പറയുക, അമേരിക്കയുടെയൊക്കെ യുദ്ധതന്ത്രജ്ഞന്മാരാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത്. യുദ്ധം കൊണ്ട് തന്നെ ഞങ്ങൾ നേരിടും, സ്വാഭാവികമാണല്ലോ. ആറ്റം ബോംബിനെ തകർക്കണമെങ്കിൽ മറ്റൊരാൾക്ക് ആറ്റം ബോംബ് തന്നെ വേണം, ഇല്ലാതെ പറ്റില്ല. ഇല്ലെങ്കിൽ ഇയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുണ്ടാകുന്നതോടുകൂടി കണ്ടെയ്ൻ ചെയ്യപ്പെട്ടു. നേരത്തെ വക്കീൽ പറഞ്ഞ പോലെ ക്രിമിനൽ നിയമം കുറ്റം ചെയ്തവനെ ശിക്ഷിക്കാനുള്ളതാണ്, മനുഷ്യാവകാശം എല്ലാവരെയും സംരക്ഷിക്കാനും ഉള്ളതാണ്. ഇതെപ്പോഴും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും ഉണ്ട്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നത്? ഇതിപ്പോൾ മരിച്ചയാൾ മരിച്ചു പോയി കഴിഞ്ഞു, ഇനി നമുക്ക് അയാളുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് പറയണമെന്നില്ല. അയാളുടെ മനുഷ്യാവകാശം എന്ന് പറയുന്നത് അയാൾ ശേഷിച്ച അയാളുടെ ബന്ധുമിത്രാദികളുടെ ഡിപ്പെൻഡൻസിയാണ് അവരുടെ മനുഷ്യാവകാശം, അല്ലെങ്കിൽ അവരുടെ ബോണ്ട്നെസ്സാണ് അവിടെ നടക്കുന്ന മനുഷ്യാവകാശം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ശിക്ഷിക്കേണ്ടതാണെന്ന് പറയുന്ന ഈ വ്യക്തിക്ക് അയാൾക്ക് മനുഷ്യാവകാശമുണ്ട്. എന്താണ് അയാളുടെ മനുഷ്യാവകാശം? ഏറ്റവും നല്ല വിചാരണ അയാൾക്ക് കിട്ടുക എന്നുള്ളത്. നിയമത്തിൻ്റെ എല്ലാ പതിവ് അവകാശങ്ങളും അയാൾക്ക് കിട്ടിയിരിക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ട് അയാൾ കുറ്റക്കാരനാണെന്ന് കാണുമ്പോൾ അയാൾക്ക് മനുഷ്യാവകാശ നിരാസം ഉണ്ടായിട്ട് പറയേണ്ടതില്ല. അയാൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ അയാൾ ചെയ്ത പ്രവൃത്തിക്ക് അയാൾക്ക് ശിക്ഷ കിട്ടേണ്ടത് ആവശ്യം തന്നെയാണ്. തർക്കമൊന്നുമില്ല അയാൾക്ക്. ഇത്രയും നീണ്ട ഒരു അഭിഭാഷക ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു മുഖം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, വക്കീലിനെ സ്പർശിച്ച, വേദനിപ്പിച്ചതായാലും സന്തോഷിച്ചതായാലും ഉണ്ടായ ആ ഒരു മുഖം ഏതായിരിക്കും? സന്തോഷിച്ച മുഖം നല്ല രസത്തോട് പറയാം. ഭഗവറാവത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവനെ വെറുതെ വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങൾ മുകളിൽ ടെറസിൽ കിടക്കുകയാണ്, ഓപ്പൺ എയറിലാണ് കിടക്കുന്നത്. അപ്പോൾ അവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്തിരിയൊക്കെ മലയാളം പറഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ അവൻ എൻ്റെ കാലുമ തൊട്ട് വെച്ചിട്ട് ആ ഭഗവാൻ ഹേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൽ വിശ്വസിക്കാത്ത ആളാണ്, പക്ഷെ അവനങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അവിടെ. അപ്പോൾ അമ്മ പറഞ്ഞു, എടാ നീ അവൻ്റെ കൂടെ കിടക്കല്ലേട്ടാ, നിരപരാധിയായിട്ട് വന്നിട്ടും അവൻ്റെ കൂടെ കിടക്കാൻ പാടില്ലെന്ന് പറയുന്ന ഒരു അമ്മ അവിടെ വെക്കുന്നുണ്ട്. അമ്മയ്ക്ക് എപ്പോഴും പോലീസൊക്കെ അന്വേഷിച്ചൊരു കേസല്ലേ, അവൻ എന്തെങ്കിലുമൊക്കെ ആകുമെന്നൊരു തോന്നല്ല. ആ ഒരു നിമിഷമാണ് എനിക്കത് തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ ബംഗാളിൽ നിന്ന് വന്നൊരു കേസുണ്ടായിരുന്നു. ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തിട്ട് 20 വർഷം അകത്തേക്കിട്ട ഒരു കേസുണ്ടായിരുന്നു. എന്താ പറയുക, ചൂളയല്ലേ ഇവിടെ ഇഷ്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ചൂളയിൽ പണിയെടുക്കുന്ന 2 തൊഴിലാളികളെ, ബംഗാളികളായിരുന്നു അവർ, മെഹ്ബൂൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരും ഇതേപോലെ തന്നെ അവിടുത്തെ ശിക്ഷിച്ചു, ആദ്യത്തെ കോടതി ശിക്ഷിച്ചു. അത് കഴിഞ്ഞ് ഹൈക്കോടതിയിലേക്ക് വന്നു. ഇപ്പോഴത്തെ വേറെ ചില മനുഷ്യാവകാശക്കാരാണ് വിളയിപ്പിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്ത കേസല്ല അത്. അപ്പോൾ അതിങ്ങനെ ഫയലുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇതല്ല, യഥാർത്ഥത്തിൽ ചൂളയുടെ ഉടമകളായിരുന്നു അതിലുള്ളത്. ആ പെൺകുട്ടിയുടെ അച്ഛൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. വക്കീൽ കേരളത്തിലുണ്ടായ കേസാണ്? കേരളത്തിലുണ്ടായ കേസ്, നമ്മുടെ കൊല്ലം ഭാഗത്തുണ്ടായ കേസാണ്. അച്ഛൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് കേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് വാദത്തിന് വേണ്ടി വന്നത്. അപ്പോൾ ഇവനെ വെറുതെ വിടുന്ന ഒരു അവസ്ഥയിലേക്കിട്ട് അത് കഴിഞ്ഞിട്ട് അവനോട് കാണാൻ വരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു പരോൾ പോലും ഇല്ലാതെ 20 വർഷം അവനകത്ത് കിടന്നിരിക്കണമെന്ന് പറഞ്ഞ് ശിക്ഷിച്ച ഒരു കേസിൽ അവൻ നിരപരാധിയാണെന്ന് കോടതി കാണുകയും യഥാർത്ഥത്തിലുള്ള കുറ്റവാളികൾക്കെതിരെ അന്വേഷണം നടക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വിധി ജസ്റ്റിസ് വിജയരാഘവനായിരുന്നു അതിനകത്ത് ഡിവിഷൻ ബെഞ്ചിനുണ്ടായിരുന്നത്. അപ്പോൾ അതും വളരെ സന്തോഷം തോന്നിയ ഒന്നാണ്. പിന്നീട് അന്വേഷണങ്ങളായിട്ടും പോയിട്ടില്ല. അലോസരപ്പെടുത്തിയ ഒരു മുഖം ഉണ്ടാവുമല്ലോ മനസ്സുണ്ട്. അലോരസപ്പെടുത്തി ഞാൻ നേരത്തെ ആർ യു എ ട്രൈറ്റർ എന്നൊരു ആർ യു എ പേട്രിയർ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം കോടതിയിടയിൽ ഒരു ജഡ്ജി തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരവസ്ഥ. ആ ഡിവിഷൻ ബെഞ്ചിലിരിക്കുന്നതിൽ ഒരു പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമാണ് നമുക്ക് ഉണ്ടാകുന്നത്. രാജ്യദ്രോഹി സ്നേഹം, രാജ്യദ്രോഹി എന്നൊക്കെ പറയുന്ന കുറേ കേവല പദങ്ങൾ വെച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. രാജ്യദ്രോഹി, രാജ്യസ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ രാജ്യദ്രോഹം ചെയ്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾ കേസ് നടത്തുമ്പോൾ പോലും നിങ്ങൾ രാജ്യദ്രോഹിയാണെന്ന് പറയുമ്പോൾ ഏത് നിയമസംഹിത മനസ്സിലാക്കിക്കൊണ്ടാണ് ആ മനുഷ്യൻ, ആ വ്യക്തി ആ ന്യായസ്ഥാനത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് മനസ്സിലട്ടുന്നത്. എന്നെ അങ്ങനെ അദ്ദേഹം കാണിച്ചു എന്നുള്ളതല്ല ചോദ്യം. വാട്ട് ഈസ് ഹിസ് മൈൻഡ്? ഹൗ ഡസ് ഹി നോ ദ ലോ? ഡസ് ഹി പ്രോപ്പർലി അണ്ടർസ്റ്റുഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? അല്ലേ? ഞാൻ മുഖം നോക്കാതെ നീതി നടത്തുമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ നമ്മൾ കയറിയിരിക്കുന്നത്. ഞങ്ങളും ചെറുതായിട്ടൊരു ഓത്തെടുക്കുന്നില്ല. നിയമത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരു വ്യക്തിക്ക് ഞാൻ തടയില്ല, എന്നെ സമീപിക്കുന്ന ഒരാൾക്ക്. അത് തന്നെയാണല്ലോ എൻ്റെയും പ്രതിജ്ഞ, അത് ഞാൻ പാലിക്കുന്നു. അതിലങ്ങനെയാണ് ഞാൻ രാജ്യദ്രോഹിയാവുന്നത്. ഈ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ റിഗ്രറ്റ് തോന്നിയ ഒരു സംഭവം? ചില കേസുകൾ നല്ലതാണെന്ന് തോന്നുമ്പോൾ അത് ജയിക്കാതെ വരുമ്പോൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റ്സ് തോന്നിയിട്ടുണ്ട്. നല്ലതാണെന്ന് തന്നെ തോന്നുന്നു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് പോകുന്നൊരവസ്ഥ കടന്നു വരുമ്പോൾ അല്ലാതെ റിഗ്രറ്റ്സ് തോന്നുന്നത്. ഈ ജോലിയോടാണോ റിഗ്രറ്റ്സ് തോന്നുന്നത്, അതോ ജോലിയോട് തോന്നുന്നത്? ഞാൻ പറഞ്ഞ ആദ്യകാലങ്ങളുണ്ടായിരുന്നത് എനിക്ക് കുറേ കൂടി ത്രില്ലായിരുന്നു ഒരിടത്തിൽ. പക്ഷേ ഇപ്പോൾ കടന്നു വരുമ്പോൾ മേൽക്കോടതി മുതലുള്ള ഈ പല വിധിന്യായങ്ങൾ കാണുമ്പോൾ
അയോധ്യ ടെമ്പിൾ കേസ്, പിന്നീട് അതിന് ശേഷമുള്ള റെവലേഷൻസ്, രാമൻ എന്നോട് പറഞ്ഞിട്ട് ജഡ്ജ്മെൻ്റ് എഴുതി എന്ന് പറയുന്നത്, കള്ളന് തന്നെ കളവ് മുതൽ കൊടുക്കുന്ന രൂപത്തിലേക്ക് ആ ടെമ്പിളിൻ്റെ സ്ഥലം രാമക്ഷേത്രമാക്കി കൊടുക്കുന്നൊരു അവസ്ഥ, ആ വിധിന്യായങ്ങൾ. എന്താണ് കളവെന്നുള്ളത് നമ്മൾ പഠിച്ച പാഠത്തിൽ നിന്ന് വ്യത്യസ്തമായ പാഠങ്ങൾ കാണുകയാണ്. അവിടെയെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം. ഞാൻ ഏത് സംവിധാനത്തെയാണ് ഞാനിവിടെ സേവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എന്നുള്ള ആ റിഗ്രറ്റ്സ് വല്ലാതെ വരുന്നുണ്ട്. ആ ജോലിയുടെ വ്യവസ്ഥിതിയോടാണോ അല്ലെങ്കിൽ വിധിന്യായങ്ങളോടാണോ? ആ വ്യവസ്ഥ ഇതുവരെ ഇങ്ങനെ എത്തിപ്പോകുന്നല്ലോ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തോടാണ് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയാതെ പോകുന്നത്. ആദ്യകാലത്ത് നിയമം, നീതി, നിയമലോകത്ത് ഗോഡസ് ഓഫ് ലോ എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിട്ട് ഇന്ന് അതൊരു ഭ്രാന്തീയമായൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വക്കീലിൻ്റെ ഒരു ജീവിതം പഠിപ്പിച്ച പാഠം എന്താണെന്ന് പറയാൻ പറ്റുമോ? എല്ലാ മനുഷ്യരെയും ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ജീവിതം, അല്ലേ? ഒന്നും പഠിക്കാത്തൊരു പാഠം എന്നൊക്കെ കൂടി പറയാം. അങ്ങനെയൊന്നുമല്ല. നമുക്ക് കിട്ടിയ അവസരങ്ങളെ ആത്മാർത്ഥമായിട്ട് വിനിയോഗിക്കുക. പലപ്പോഴും നമ്മൾ പറയുന്നത് അതിൻ്റെ ഫലം, അതിൻ്റെ പ്രതിഫലം എന്താണെന്ന് ചിന്തിക്കേണ്ടതില്ല. പക്ഷേ ടു അവർ കോൺഷ്യൻസ് എനിക്ക് റിഗ്രറ്റ് തോന്നരുത്. ആ പോയിൻ്റ് കൂടി പറഞ്ഞിരുന്നെങ്കിൽ അവന് രക്ഷപ്പെടാൻ കഴിഞ്ഞേനെ എന്നൊരു തോന്നൽ എനിക്ക് വരാൻ പാടില്ല എന്നൊന്നുമില്ല. ഇനിയും നടത്തി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം വേറൊരു ഇൻ്റർവ്യൂവിലാണെങ്കിൽ കുറേയും കൂടി എനിക്ക് പറയാനുണ്ടായിരിക്കും, അല്ലേ? സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിനെ ചലിച്ചുകൊണ്ടിരിക്കില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ വരാതിരിക്കണം. അതും കൂടി ചോദിച്ചിരിക്കണം. ഞാനത്ര വിലക്ഷണമായിട്ടത് പഠിച്ചതുകൊണ്ടല്ലേ അങ്ങനെ വന്നു. അങ്ങനെ പാടില്ല. പരമാവധി അതിൽ കണ്ടെത്താൻ കഴിയുന്നത് മുഴുവൻ കണ്ടെത്തുന്ന രൂപത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക എന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ശ്രമം അതാണ് നമ്മൾ ചെയ്യുന്നത്. മഴ വെച്ചാൽ കയ്യും പൊട്ടും കണ്ണുകൂടിയും പെറ്റതൊക്കെ മക്കളെല്ലാം നേടിയതൊന്നും ധനമല്ലെന്നൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രവൃത്തി ചെയ്യുക, ആത്യന്തികമായിട്ട് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അതിൻ്റെ ഫലം ഇറ്റ്സ് നോട്ട് മൈ ഹാൻഡ്സ്, അല്ലേ? അയാൾ വെറുതെ വിടണോ വേണ്ടയോ എന്നുള്ളത് ഞാനല്ല തീരുമാനിക്കുക. ഐ ഹാവ് നോ റിഗ്രറ്റ്സ് അറ്റ്സ് ഓൾ. അങ്ങനെ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊന്നുമില്ല. ഞാൻ ചെയ്തതാണെങ്കിൽ അവന് അർഹതപ്പെട്ടതാണ്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു നിരപരാധിയായ ആൾ ശിക്ഷിക്കപ്പെട്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ 49 വർഷത്തിനിടയിലുള്ളതിൽ നിരപരാധി, അപരാധികളായ ആൾ ശിക്ഷിക്കപ്പെടുന്നില്ല. വൈ ഡു ഐ റിഗ്രറ്റ്? ഈ ഡിസേർവ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. കഴിഞ്ഞ കുറേ നാളായി വക്കീലിനെ ഞാൻ കാണുമ്പോൾ എപ്പോഴും കൂടെ സഹധർമ്മിണി ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും കൂടെ, ഓഫീസിലും വീട്ടിലും. അപ്പം വക്കീലിൻ്റെ ഭാഷയെ പറഞ്ഞാൽ 24/7 കൂടെ ഉണ്ട് എന്ന് പറയാം. എന്തായെന്ന് വെച്ചാൽ ഒരു 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞോടുകൂടി ഇളയ കുട്ടി, 2 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ അവർ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ ഇയാൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് വരുന്ന സ്റ്റാഫാണെങ്കിൽ മിക്കവാറും ലേഡീസ് ആകുമ്പോൾ അവർക്ക് 5 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ ഞാൻ കോടതിയിൽ നിന്ന് വരുമ്പോൾ 4:30 മണിയാവും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ക്ലയൻസിനെ ഡീൽ ചെയ്തൊക്കെ പോകുമ്പോൾ 8 മണിയാവും. അപ്പോൾ എനിക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റാതെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് വൈഫിനും കൂടി ഓഫീസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് 24/7 വർക്ക് നടത്താം. ഇവിടെ പകുതി നിർത്തിയാലും പകുതി വീട്ടിൽ പോയി ചെയ്യാം. അങ്ങനെ ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് ഒരു കമ്പാനിയനായിട്ട് ഞങ്ങൾ മാറുന്ന അങ്ങനെ. അല്ല, അത് വളരെ റെയറാണ്. കാരണം പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുന്ന വിഷയം നിയമമാണ്. എനിക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുന്ന നിയമമാണ്. അല്ലെങ്കിൽ ആ വിഷയം അവർ നിയമം പഠിച്ചിട്ടുണ്ടോ അതോ അങ്ങനെ ഇല്ല? അവർ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരാൾ അത്രേ ഉള്ളൂ. ആ, അപ്പം കൂടെ എപ്പോഴും ഞാനിങ്ങനെ കാണും ഒരു നിഴല് പോലെ. ഇപ്പോൾ ഓഫീസിൽ വന്നാലും വീട്ടിൽ വന്നാലും ഒക്കെ ഒരേപോലെ കമ്പാനിയൻഷിപ്പിൽ ഇങ്ങനെ പോകുന്നു. 8 മുതൽ ഷീസ് വിത്ത് മീ. അതുവരെ ഈ പറഞ്ഞ സ്റ്റാഫുകൾ ഉണ്ടായില്ല, ലേഡീസ് സ്റ്റാഫുകൾ മറ്റവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഈ പറഞ്ഞൊരു ശമ്പളം കൊടുത്തിട്ടാണോ നിർത്തുന്നത്? ശമ്പളം ഉണ്ട് അവർക്ക്, ശമ്പളം ന്യായമായ ശമ്പളം അവർക്കുണ്ട്. അവർ ഡിസർവ് ചെയ്യുന്ന ഒന്നാണ്. അതെ അതെ. ഏകദേശം 43 കൊല്ലമായി നിങ്ങൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട്. എന്താ പറയുക, എങ്ങനെയാണ് ആ ഒരു കുടുംബ ജീവിതത്തിലേക്ക്? ബിഫോർ ദ മാരേജ് നേരത്തെ അറിയുന്ന ആളാണ്. കാരണം എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് പുള്ളിക്കാരത്തിയുടെ ആങ്ങളെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 1-2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ ബീനോ ഈച്ചത്. അല്ലൊരു കൗതുകം കൊണ്ട് ഞാൻ ചോദിച്ചതാട്ടോ, വ്യക്തിപരമായ പ്രൈവറ്റ് ലൈഫിൽ ആ പ്രശ്നം പറയുന്നതിൽ പ്രശ്നമുണ്ട്. ആൻഡ് ഐ ഹാവ് നോ റിഗ്രറ്റ്സ് ഓൾസോ. അങ്ങനെ ഒരു കമ്പാനിയൻ കിട്ടിയതുകൊണ്ടെങ്കിലും ഇത് മറിച്ച് വേറൊരാളായിരുന്നെങ്കിലും അങ്ങനെ ഒരു തോന്നുന്നില്ല. ഡോക്ടറാകണം, മറ്റേതാകണം, മറിച്ചാകണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടെ കൂടെ ജീവിക്കാൻ, നമ്മളോട് ഒത്ത് ജോലി ചെയ്യാനും കഴിയുന്ന ഒരാൾ, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സാധനം. നമ്മൾ വീഴുമ്പോൾ വീഴാതെ നിർത്തുന്ന ഒരാളുണ്ടാവുമല്ലോ, യു ഗോ എന്ന് പറയുന്ന ഒരാൾ, അതാണ് നമ്മുടെ കമ്പാനിയനായിട്ട് നമുക്ക് കാണുന്നത്. ഞാൻ പഠിച്ച പാഠം അത് തന്നെയാണ്, ഏറ്റവും നല്ല പാഠം അതാണ്.